ഒരു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കഥയാണിത്. അവൻ ഒരിക്കൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ കമ്പനിയിലേക്ക് പോകുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ഒരു അച്ഛനും ഒരു അമ്മയും ഒരു മകനും ഇങ്ങനെ ബസ് കാത്തിട്ടുണ്ടായിരുന്നു. ഇവനും അതേ ബസ് സ്റ്റോപ്പിൽ തന്നെയായിരുന്നു. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് എന്തോ വയ്യായിക എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അച്ഛനും ആ ഒരു മകനും അമ്മയെ നേരെ ബസ് കയറ്റി വിട്ടിട്ട് മറ്റു കാര്യങ്ങൾക്കായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അവർ നിൽക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്നതിനിടെ യാദൃശ്ചികമായിട്ട് ഇവനോട് ഇവർ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ആ ഒരു അച്ഛൻ ചോദിച്ചു, മോൻ ജോലി ചെയ്യുവാണല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ അതെ ജോലി ചെയ്യാണ്. മോൻ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. എന്നാൽ അവൻ പറഞ്ഞത് 23 വയസ്സെന്നാണ്. അപ്പോൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ആ ഒരു അച്ഛൻ ജസ്റ്റ് എന്തൊക്കെയോ ഒന്ന് ആലോചിച്ചിട്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു, മോൻ എന്ത് നല്ല ഭാഗ്യം ചെയ്ത ഒരാളാണ്, ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടിയാൽ. ആ ഒരു നിമിഷം ശരിക്കും എൻ്റെ സുഹൃത്തിന് ശരിക്കും എന്തോ ഒരു എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒരു അഭിമാനമൊക്കെ തോന്നിയ നിമിഷമായിരുന്നു. ശരിക്കും ആ അച്ഛൻ്റെ ഭാഗത്ത് ചിന്തിക്കുന്ന സമയത്ത് പുള്ളിക്കാരനും ചിലപ്പോൾ അവൻ്റെ ഈ ഒരു പ്രായത്തിൽ ഒരുപാട് ഒന്നുകിൽ അവർക്ക് ഒരുപാട് രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളോ കണ്ടായിരിക്കാം ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇവൻ്റെ ഇപ്പോഴുള്ള പ്രായത്തിൽ ജോലി കിട്ടാതിരുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും. പിന്നെ നിർത്തിയാണ്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ പ്രായങ്ങൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു കാലഘട്ടം കടന്നു പോകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രായത്തിലുള്ള മറ്റുള്ള ആളുകൾ ആ കാര്യം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് റിഗ്രഷൻ തോന്നും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കാര്യങ്ങളായാലും ചിലപ്പോൾ നമ്മളെടുക്കുന്ന നമ്മളെ ചില തീരുമാനങ്ങളായാലും എന്ത് തന്നെ ആയാലും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് വളരെ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുള്ളത് ആ പുള്ളിക്കാരൻ്റെ ആ ഒരു അച്ഛൻ്റെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ആ ഒരു നേരം ആ ഒരു അച്ഛനും മകനും ഇവനോട് ബായ് പറഞ്ഞ് പോകുന്ന സമയത്ത് ഇവരൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ ഒരു അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്നും പറയാത്തൊരു കാര്യമായിരിക്കാം. താങ്ക് യു.